സൈനികനായ മകൻ മരിക്കാൻ കാരണം പോലീസിന്റെ ലോക്കപ്പ് മർദ്ദനമെന്ന പരാതിയുമായി കൊല്ലം കുണ്ട്ര സ്വദേശിനി ഡെയ്സി കുണ്ട്ര സ്റ്റേഷനിൽ തോംസൺ തങ്കച്ചനെ കെട്ടിത്തൂക്കി മർദ്ദിച്ചു. SI പ്രദീപിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ തോംസൺ തങ്കച്ചന്റെ കാലുകൾക്ക് പഴുപ്പ് കയറി. ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതമാണ് തോംസന്റെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പട്ടാളത്തിൻ്റെ ബെൽറ്റ് കെട്ടത്തില്ലടാന്ന് പറഞ്ഞാണ് ഇടിയം പ്രദീപ് എന്ന് പറയുന്ന SI പ്രദീപ് എൻ്റെ മോനെ ഇടിച്ചത്. സൈനികനായ മകൻ മരിക്കും മുമ്പ് അമ്മയോട് പറഞ്ഞ കാര്യങ്ങളാണിത്. ഏക മകനായിരുന്നു തോംസൺ. SIമാരായ പ്രദീപ്, ശ്യാമകുമാരി തുടങ്ങിയവരാണ് മകനെ മർദ്ദിച്ചത്. മർദ്ദനത്തെ തുടർന്നുണ്ടായ പരിക്കിൽ തോംസൺ തങ്കച്ചന്റെ കാലുകളിൽ പഴുപ്പ് കയറി. പോലീസ് സ്റ്റേഷനിൽ CCTV ഇല്ലാത്ത മുറിയിൽ വെച്ചാണ് തോംസനെ മർദ്ദിച്ചത്. തോംസന്റെ പേഴ്സിലുണ്ടായിരുന്ന 17,000 രൂപയും തിരിച്ചറിയൽ കാർഡുകളും SI ശ്യാമകുമാരി പിടിച്ചെടുത്തുവെന്നും ഡെയ്സി ആരോപിച്ചു. ഹാൻഡ്ഗ്യാപ്പിട്ട് മുറുക്കി വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ട് കാലിലും വരി മുറുക്കി കെട്ടിയിട്ട് മേലോട്ട് കെട്ടിയിട്ടെന്നാ പറയുന്നത്. ഇത് കൊലക്കുറ്റം ചെയ്തവൻ്റെ മോന് കൊന്നാരെങ്കിലും കെട്ടിയിട്ടിട്ട് കട്ടിയുള്ള ഏതോ സാധനം മോനെ ഇല്ലാത്ത തുണിക്കകത്ത് പൊതിഞ്ഞ് ഈ നടുവിനും ഈ കരൾ ഭാഗത്ത് ഇവിടെ എല്ലാം വെച്ച് ഇടിച്ചു കൊടുത്തെന്നാ പറയുന്നത്. എൻ്റെ മോൻ വരുമ്പോൾ 2 പാടി ഇവിടെ ഈ ഭാഗത്ത് സൈഡിൽ നട്ടലിൻ്റെ ഭാഗത്തായിട്ടുണ്ട്. ഇതെന്തോ മോന് തോക്കിൻ്റെ ചെവിട് വെച്ച് ഇടിച്ചതാ മമ്മി. ഞരമ്പിനും എല്ലിനും കൂടെ വെച്ച് കുത്തി. അങ്ങനെയാണ് എൻ്റെ കുഞ്ഞിന് പഴുപ്പ് കയറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കോടതി പറഞ്ഞു പോകരുത്, പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഇനിയും കള്ളക്കേസിൽ കുരുക്കി പട്ടാളത്തിൽ ജോലി ചെയ്യാൻ അനുവദിക്കത്തില്ലെന്ന് ഈ ഇടിയം പ്രദീപ് പറഞ്ഞു. 2 വർഷം മുമ്പാണ് തോംസന്റെ വിവാഹം കഴിഞ്ഞത്. പ്രേമവിവാഹമായിരുന്നു. 2024 ഓഗസ്റ്റ് മാസമാണ് തോംസൺ വീണ്ടും നാട്ടിലെത്തിയത്. ഒക്ടോബർ 10 ഭാര്യയുമായുള്ള വഴക്ക് പരാതിയായപ്പോൾ കുണ്ട്ര പോലീസിൽ വിവരമെത്തി. രാത്രിയോടെ പോലീസ് തോംസനെ പിടികൂടി. ഭാര്യ വീട്ടുകാർ നൽകിയ വ്യാജ പരാതിയിലാണ് തോംസനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്നും ഡെയ്സി പറയുന്നു. ഈ തോക്കിൻ്റെ ഈ ഭാഗത്തൊരു പെൻസിൽ പോലെ ഒരെണ്ണമുണ്ട്. അതെൻ്റെ കാലിലുണ്ട് സാറേ. അത് വെച്ച് നരമ്പിനാണ് എല്ലിനും എൻ്റെ കുഞ്ഞിന് കുത്തേറ്റത്. കുഞ്ഞ് തറയെ തൊടാൻ വയ്യ. കാല് മരിക്കുന്നവരെ കാല് തറയെ തൊടാൻ വയ്യ. ഇങ്ങനെ നടക്കുന്നത്. ഹാൻഡ്ഗ്യാപ്പിട്ട് കൈ മേലോട്ട് കെട്ടിയിട്ട് ഈ മൊനയില്ലാത്ത എന്തോ കട്ടിയുള്ള സാധനം ടവലി പൊതിഞ്ഞ് ഇവിടെ എല്ലാം വെച്ചിട്ട് സാറേ ഇവിടെ ഉണ്ട് അടയാളം. എൻ്റെ കുഞ്ഞ് വന്നപ്പോൾ ഇവിടെ എൻ്റെ കുഞ്ഞിന് മേലോട്ട് തുണികളൊന്നും മേലോട്ട് ഇടാൻ വയ്യ. ഊരി പോവുക. തോക്കിൻ്റെ ചെവിട് വെച്ച് ഇവിടെ ഊന്നി. പിന്നെ അവൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് നാവിപ്പാട്ടിനൊക്കെ ചവിട്ടുണ്ടെന്ന്. നവംബർ 7 ജയിൽ മോചിതനായെങ്കിലും തോംസൺ അവശനായിരുന്നു. മർദ്ദന വിവരം കോടതിയിൽ പറഞ്ഞാൽ ജോലി ഇല്ലാതാക്കുമെന്ന് SI പ്രദീപ് ഭീഷണിപ്പെടുത്തിയെന്നും അമ്മ ആരോപിക്കുന്നു. സ്വകാര്യ മെഡിക്കൽ കോളേജിലെ 1 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം ഡിസംബർ 27 തോംസൺ മരണത്തിന് കീഴടങ്ങി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതം വ്യക്തമാണ്. തോംസന്റെ മരണത്തിൽ നീതിയുക്തമായ അന്വേഷണം വേണമെന്ന് PC വിഷ്ണുനാഥ് MLA. പോലീസിനെതിരെ തന്നെ ആരോപണമായതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ സർക്കാർ തലത്തിലൊരു അന്വേഷണമാണ് നടത്തേണ്ടത്. അന്വേഷണം നടത്തി അതിനകത്ത് സത്യം പുറത്തു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും അമ്മ ഡെയ്സി പരാതി നൽകി. വിവരം സൈനിക നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. ഇനി ഈ അമ്മയുടെ കാത്തിരിപ്പാണ്. മകന്റെ മരണത്തിന് കാരണക്കാരായവരെ കണ്ടെത്തി ശിക്ഷിക്കാൻ. ഷമീർ അബ്ദുൾ, ന്യൂസ് മലയാളം, കൊല്ലം.